നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 214 214. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 5 43 ശ്ലോകമാണ് പറയേണ്ടത്. യൽ സാനുബന്ധേ അസതി ദേഹഗേഹേ മാം ആഹം ഇത്യുഹൂഢദുരാഗ്രഹാണാം പുംസാം സുദൂരം വസതോപി പുര്യാം ഭജേമതത്തെ ഭഗവൻ പദാബ്ജം. യൽ സാനുബന്ധേ അസതി ദേഹഗേഹേ മാം ആഹം ഇത്യൂഢദുരാഗ്രഹാണാം പുംസാം സുദൂരം വസതോപി പുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാബ്ജം. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അല്ലയോ ഭഗവാനെ, അനുബന്ധങ്ങളോട് കൂടിയതും പരമാർത്ഥമല്ലാത്തതുമായ അസതി, പരമാർത്ഥമല്ലാത്തതുമായ ശരീരത്തിലും ഗൃഹത്തിലും എൻ്റേത്, ഞാൻ എന്നിങ്ങനെ ഉറച്ചിരിക്കുന്ന ദുരാശയോടുകൂടിയ, ഉറച്ചിരിക്കുന്ന ദുരാശ എന്നാണ് പറയണത്. പുമാന്മാരുടെ, അതായത് പുരുഷോത്തമന്മാർ അല്ലെങ്കിൽ വ്യക്തികൾ, ജീവികൾ, ജീവന്മാർ എന്നൊക്കെ പറയും. പുമാന്മാരുടെ പുരിയിൽ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിലും, ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ അറിയണില്ല നമ്മൾ. അറിഞ്ഞാൽ അറിഞ്ഞവരെ രക്ഷപ്പെട്ടു. നിന്തിരുവടിയുടെ യാതൊരു പാദപത്മം എത്രയോ ദൂരത്തായിരിക്കുന്നുവോ ആ പാദപത്മത്തെ ഞങ്ങൾ ഭജിക്കുന്നു. സ്വന്തം ഹൃദയപത്മത്തിലുണ്ട് എന്നുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ വിഷമമുണ്ടായിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ആസുര സമ്പത്തോടുകൂടി ജനിച്ചവർക്ക്, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നല്ല, ആസുര സമ്പത്ത്, ആസുരീയ സമ്പത്ത്, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ. ഭഗവാന്റെ പാദപത്മഭജനം സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഭാഗവതം പഠിക്കാത്തത്? ആസുര സമ്പത്തുകൾ, അല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല. ഫലാനുഭവം ഉണ്ടാകയില്ലെന്ന് പിന്നെ പറയുക തന്നെ വേണ്ടതില്ല. പഠിക്കാതെ കൊണ്ട് എങ്ങനെ ഫലം ഉണ്ടാവുക? ദീപസ്തംഭം തെളിയിച്ചിട്ടും ശയനപ്രദർശനം ചെയ്തിട്ടും കാര്യമില്ല. ഉള്ളിൽ ഹൃദയപത്മത്തിൽ ഈശ്വരനുണ്ട് എന്നുള്ള വിചാരം കൊണ്ട് നന്മ ചെയ്ത് പഠിക്കണം, നന്മ ചെയ്ത് പഠിക്കണം, നന്മ ചെയ്ത് പഠിക്കണം. അപ്പോൾ എന്ന് കാണിച്ചുകൊണ്ട് ഭഗവത് പാദപത്മത്തെ ശരണം പ്രാപിക്കുന്നു. അല്ലയോ ഭഗവൻ, പുത്രമിത്രകളത്രങ്ങളായ അനുബന്ധങ്ങളോടുകൂടിയ, ഈ മൂന്നും ഈശ്വരഭജനയ്ക്ക് എതിരാ. ആര്? പുത്ര കളത്ര മിത്രങ്ങൾ, പുത്രമിത്രകളത്രങ്ങൾ. ഞാനെന്നും ധനധാന്യാദി അനുബന്ധങ്ങളോട് കൂടിയ ഗൃഹത്തിൽ എൻ്റേതുമെന്നുള്ള ദൃഢഭാവം ആർക്കുണ്ടാകുന്നുവോ അവരുടെ ഹൃദയഗുഹയിൽ നിന്തിരുവടി വിളങ്ങുന്നുണ്ടെങ്കിലും മലിനവാസനകളാൽ വ്യാപിക്കപ്പെട്ട അന്ധക്കരണം നിമിത്തം അവർ അങ്ങയെ ഭജിക്കുകയില്ല. അച്ഛൻ ആചാര്യനായതുകൊണ്ട് മക്കൾക്ക് ഈശ്വരവിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിലൊരു എക്സെപ്ഷണൽ കേസാണ് ഞാൻ ആചാര്യനാണ്, എൻ്റെ മക്കൾക്ക് ഈശ്വരവിശ്വാസം ഉണ്ട്. ഐ ആം ജസ്റ്റ് ബ്ലസ്ഡ്, ഐ ആം ജസ്റ്റ് എസ്കേപ്ഡ് ഫ്രം ആൾ വറീസ്. അതാണ് എപ്പോഴും ഓൺ ദി കോൺട്രി. എൻ്റെ മോളാണ് എന്നെ നിർബന്ധിക്കുക, അച്ഛൻ കാശിൻ്റെ പിന്നാലെ പോകരുത്. അച്ഛൻ ജീവിതം വിജയിച്ച ഒരാളാണ്. എനിക്ക് അത് എൻ്റെ അമ്മ
എന്നോട് പറയുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കാരണം എന്താ, എൻ്റെ മോൾക്ക് ഞാൻ എൻ്റെ അമ്മയുടെ പേരാട്ടുന്നത് നാരായണി. നാണിക്കുട്ടി എന്നാണ് പേര്. അത് ഈ നാരായണി ലോപിച്ചിട്ടാണ് പണ്ട് ഈ ബ്രാഹ്മണാധിപത്യം ഉള്ള കാലത്ത് പറ്റിയിട്ടുള്ളത്. അതൊക്കെ അത് സാരമില്ല. എനിക്ക് ബ്രാഹ്മണ ഭക്തി ഉണ്ടേനും ഞാനതിൽ സന്തുഷ്ടനാണേനും. അവരുടെ അറിവില്ലായ്മകൾ അത് സാരമില്ല. അപ്പോൾ അവർ അങ്ങയെ ഭജിക്കുകയില്ല. അങ്ങയുടെ പാതാരവിന്ദം അവരിൽ നിന്ന് എത്രയോ ദൂരെ ഇരിക്കുന്നത് പോലെ അവർക്ക് അപ്രാപ്യമായി തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ നിന്തിരുവടിയുടെ പാതാരവിന്ദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. എത്ര മനോജ്ഞമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 44-ാമത്തെ ശ്ലോകം. താൻ വാ അസത് വൃത്തിഭിരക്ഷിഭിര്യേ പരാഹൃതാന്ധർമനസ പരേശ അധോ ന പശ്യന്തുരുകായ നൂനം യേതേ പദന്യാസവിലാസലക്ഷ്മ്യാം. താൻ വാ അസത് വൃത്തിഭിരക്ഷിഭിര്യേ പരാഹൃതാന്ധർമനസ പരേശ അധോ ന പശ്യന്തുരുകായ നൂനം യേതേ പദന്യാസവിലാസലക്ഷ്മ്യാം. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക. അസത്തുക്കളായ വിഷയങ്ങളിൽ വ്യാപാരങ്ങളോടുകൂടിയ ഇന്ദ്രിയങ്ങളാൽ, അതാണ് പ്രശ്നം. ഇന്ദ്രിയങ്ങൾ അസത്തുക്കളോടുകൂടി വ്യാപാരം ചെയ്യണമെന്നർത്ഥം അല്ലേ? അപ്പോൾ ദൂരത്തിൽ ആകർഷിക്കപ്പെട്ട മനസ്സോടു കൂടിയവർ യാതൊരുത്തരോ പരനായ ഈശ്വരൻ ബഹുവിധത്തിൽ ഗാനം ചെയ്യപ്പെടുന്നവനെ ബഹുവിധത്തിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അവർ പദന്യാസവിലാസലക്ഷ്മിയുടെ സംബന്ധികളായ അവരെ കാണുന്നില്ല. അതായത് തന്നെ രക്ഷിക്കാൻ അവരവരുടെ ഹൃദയഗുഹയിൽ വിരാജിക്കുന്ന ഈശ്വരന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് അറിയാണ്ട് കാണുന്നവരേനൊക്കെ എന്നെ രക്ഷിക്കണേ, നിങ്ങളാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞിട്ട് ദുരാശ കൊണ്ട് അറിയേണ്ടതിനെ അറിയണില്ല ചുരുക്കത്തിൽ. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ നോക്കാം. ബ്രഹ്മാദികൾ കൂടി ഈശ്വരനും ഭക്തന്മാരാൽ ബഹുവിധം കീർത്തിക്കപ്പെടുന്നവനുമായ ഹേ പരമേശ്വര, ജ്ഞാനമാർഗത്തിലേക്ക്, അതേതാ മാർഗം? ജ്ഞാനമാർഗം. സ്വന്തം പഠിക്കണം. സ്വ അനുഭൂതിക്ക് വേണ്ടി സ്വാധ്യായം ചെയ്യുക, സ്വയം പഠിക്കണം. കാട്ടിക്കൊടുക്കുന്ന നിന്തിരുവടിയുടെ ആ ഭക്തന്മാരെ എല്ലാവർക്കും കാണാൻ കഴിയുകയില്ല. ഇന്ദ്രിയങ്ങളെ തുച്ഛങ്ങളായ വിഷയസുഖങ്ങളിൽ ഒക്കെ അണ്ടർലൈൻ ചെയ്യാനേ നിർത്തിയുള്ളൂ. വ്യാപരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മനസ്സ് അങ്ങയിൽ നിന്ന് എത്രയോ ദൂരെ വർത്തിക്കുന്നതാകയാൽ നിന്തിരുവടിയുടെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനാനന്ദ സരസ്വതി എന്ന് കേട്ടിട്ടുണ്ടോ? കരിമ്പുഴയിൽ ഒരു വാര്യർ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ്. അതിഗംഭീരൻ. എന്താണെന്നാ പറയുക, ബ്രഹ്മസൂത്രത്തിനൊക്കെ ആഖ്യാനം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ദാറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ ജ്ഞാനാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭക്തന്മാരെ വിഷയാസക്തന്മാർക്ക് കാണുവാൻ തന്നെ സാധിക്കുകയില്ല. ആരുടെ മനസ്സിൽ വിഷയവൈരാഗ്യം ജനിച്ചിട്ടുണ്ടോ അവർക്ക് മാത്രമേ വിഷയവൈരാഗ്യം ഒന്നും വേണ്ട ജനിച്ചിട്ടുണ്ടോ അവർക്ക് മാത്രമേ ഭഗവത് ഭക്തന്മാരെ കണ്ടറിയുവാൻ കഴിയുകയുള്ളൂ. ഭക്തജന സംസർഗം സിദ്ധിച്ചാൽ വിഷയികളും ഭക്തന്മാരായി വരുമല്ലോ എന്ന ശങ്കയ്ക്ക് അവകാശമില്ല. കാരണം എന്താ? ഞാൻ പറഞ്ഞുതരാം. സത്സംഗത്തിലെത്തി എന്നുള്ളതുകൊണ്ട് ഗ്യാരണ്ടി ഇല്ല. സത്സംഗത്തിലുള്ള സതുപദേശങ്ങളെ സന്മാർഗനിരതന്മാരായിട്ട് സ്വീകരിച്ച് പ്രവൃത്തി മാർഗത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് അത് കള്ളുംകൂടത്തിൽ തീർത്ഥം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പാല് ശുദ്ധമായ പാത്രത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതിൽ വാങ്ങി കൊണ്ടുവരണം. വേണ്ട, അല്ലെങ്കിൽ പാല് കേട് വരും.
ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കള്ളിൻ്റെ പാത്രത്തിൽ തീർത്ഥം വെക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈശ്വരന് കള്ള് നേദിക്കേണ്ട ആവശ്യമില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി. എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ശങ്കയ്ക്ക് ആവശ്യം വിഷയവൈരാഗ്യം എന്നല്ലാതെ ഭക്തസന്ദർശനം സിദ്ധിക്കുകയില്ല. വിഷയവൈരാഗ്യം വന്നവർ സപ്താഹത്തിന് പോയാൽ മതി. ഞാൻ സപ്താഹം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഇന്ന കമ്മിറ്റിയിൽ ചെയർമാനായിരുന്നു. മനസ്സിലിരിപ്പ് എന്തായി അതിനനുസരിച്ചുള്ള ഫലം കിട്ടുള്ളൂ. ഇനി 45-ാമത്തെ ശ്ലോകം. പാനീനതേ ദേവകഥാസുധായാം പ്രവൃദ്ധഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാഞ്ച സാന്നീയുരഗുണ്ഠതിഷ്ണ്യം. പാനേന തേ ദേവകഥാസുധായാം പ്രവൃദ്ധഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥാഞ്ച സാന്നീയുരുഗണ്ഠിതഷ്ണ്യം. ഹേ ദേവാ, നിന്തിരുവടിയുടെ കഥാമൃതത്തിൻ്റെ പാനത്താൽ അധികരിച്ച ഭക്തി കൊണ്ട് യാതൊരുത്തൻ നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരോ അവർ വൈരാഗ്യമാകുന്ന ബലത്തോടുകൂടി പരമാർത്ഥബോധത്തെ കഷ്ടം കൂടാതെ, പരമാർത്ഥബോധത്തെ, ബോധം എന്ന് പറഞ്ഞാൽ പരമാർത്ഥബോധം എന്നാണ്, കഷ്ടം കൂടാതെ പ്രാപിച്ചിട്ട് നാശമില്ലാത്ത സ്ഥാനത്തെ പ്രാപിച്ചു. ഏതാത് നാശമില്ലാത്തത്? വൈകുണ്ഠം. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരണം. ഹേ ദേവ, അമൃതം പോലെ ആസ്വാദ്യമായിരിക്കുന്ന നിന്തുരുവടിയുടെ അവതാര ലീലാകഥകളെ ശ്രോത്രദ്വാര ഹൃദയത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങയിൽ പരമപ്രേമവും തന്നിമിത്തം തുച്ഛ വിഷയങ്ങളിൽ വിരക്തിയും തന്നിമിത്തം ജീവാത്മപരമാത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ദൃഢബോധവും ഉണ്ടാകുന്നു. എല്ലാം പ്ലസ്സാ. മനസ്സിലായില്ലേ? അതിനാൽ അവർ ക്ലേശം കൂടാതെ നാശരഹിതമായ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞുള്ളൂ വൈകുണ്ഠം. കഥാശ്രവണം നിമിത്തം ഭക്തിയും, ഭക്തിയാൽ വിഷയവിരക്തിയും, വിരക്തിയാൽ ജ്ഞാനവും, ജ്ഞാനത്താൽ പരമപുരുഷാർത്ഥമായ മോക്ഷവും ലഭിക്കുന്നു. 4 പടികളാണ് പറഞ്ഞത്. എന്താ അത്? കഥാശ്രവണം, ഭക്തി, വിഷയവിരക്തി, ജ്ഞാനം, പരമപുരുഷാർത്ഥമായ മോക്ഷം. 46-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. തഥാപരേ ച ആത്മസമാധിയോഗ ബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാം ഏവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യ ന തു സേവയാതേ. സേവയില്ലാണ്ട് പറ്റില്ല എന്നർത്ഥം. ഭഗവാനെ സേവിക്കണം, ഭജിക്കണം. തഥാപരേ ച ആത്മസമാധിയോഗ ബലേന ജിത്വാ, ജയിക്കണം. പ്രകൃതിം ബലിഷ്ഠാം, പ്രകൃതി ബലിഷ്ഠയാണ്, പ്രകൃതിയുടെ ഗുണങ്ങളെ ജയിക്കണം. ത്വം ഏവ ധീരാ, ആരാണ് ജയിക്കണത്? അവനാണ് ധീരൻ. പുരുഷം വിശന്തി, തേഷാം, സന്തോഷം കൊണ്ട്, ശ്രമസ്യ നതു സേവയാതേ, സേവ ഉണ്ട്, അല്ലാണ്ട് പറ്റില്ല. അപ്രകാരം അന്യന്മാരായ ധീരന്മാർ ആത്മസമാധി, ആത്മാവിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതായ യോഗത്തിൻ്റെ ബലത്താൽ, ആത്മാവിൽ മനസ്സിനെ ഉറപ്പിക്കണം, മനസ്സ് ആത്മാവിൽ ലയിപ്പിക്കണം. ബലം അധികരിച്ചതായ മായയെ ജയിച്ചിട്ട് ഈശ്വരനായ നിന്തിരുവടിയിൽ തന്നെ പ്രവേശിക്കുന്നു, അങ്ങയിൽ പ്രവേശിക്കുന്നു. അവർക്ക് പ്രയാസം ഉണ്ടാകും. അങ്ങയുടെ സേവ കൊണ്ടായാലോ പ്രയാസം ഉണ്ടാകയില്ല. ഈശ്വരാനുഗ്രഹമുള്ളവന് ജീവിതം പ്രയാസം ഉണ്ടാവില്ല. എന്നെപ്പോലെ എനിക്ക് ഒട്ടനവധി പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഗോ ടു ഹെൽ എന്ന് പറയുന്നത്, ഗോ ടു ഹെൽ 3 times. കാരണം എന്താ? നമ്മൾക്ക് ഈശ്വരൻ മതി, സമ്പത്ത് വേണ്ട. ഈശ്വരനാകുന്ന സമ്പത്ത് ഭാഗവതമുണ്ട്. പിന്നെന്താ?
അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, 47 വയസ്സിൽ ശിഷ്യപ്പെട്ടിട്ട് ഞാൻ ആ ഒരു സ്പിരിറ്റ് അദ്ദേഹം തന്നിട്ടുള്ള ഒരു മാർഗരേഖ വിടാണ്ട് ഞാൻ കൊണ്ടു നടക്കുകയാണ്. കാരണം എന്താ, 47 വയസ്സിൻ്റെ മുമ്പേ ഞാൻ പരിതപിച്ചിട്ടുള്ളതിന് കയ്യും കണക്കില്ല. അങ്ങനെയാണ് സത്യം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഭക്തിയോഗത്താൽ നിന്തുരുവടിയെ പ്രാപിക്കുന്നത് പോലെ തന്നെ ധീരന്മാരായ മറ്റു ചിലർ മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ച് ശീലിക്കുന്നതായ സമാധിയോഗത്തിൻ്റെ ബലത്താൽ സർവേശ്വരനായ നിന്തുരുവടിയെ പ്രാപിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് വളരെ ക്ലേശമുണ്ട്. ഭക്തിമാർഗത്തെ ആശ്രയിക്കുന്നവർക്കോ അത്ര പ്രയാസമില്ല. അതിനാൽ ഭഗവാനെ പ്രാപിപ്പാൻ ഭക്തിമാർഗം തന്നെ എളുപ്പം. അവ്യക്താഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. അവ്യക്ത സ്വരൂപബോധം ദേഹത്തിൽ അഭിനിവേശമുള്ളവർക്ക് ലഭിപ്പാൻ പ്രയാസമെന്നുള്ള അവ്യക്ത സ്വരൂപബോധം ദേഹത്തിൽ അഭിമാനമുള്ളവർക്ക് ലഭിപ്പാൻ പ്രയാസമാണെന്നുള്ള ഗീതാർത്ഥത്തെ ഇവിടെ അനുവദിച്ചിരിക്കുന്നു. ശരിയാണെന്നർത്ഥം. ഞാനിങ്ങനെ തടയണ എന്താ വെച്ചിട്ടുണ്ടോ, ഇന്ന് ഭയങ്കര പൂച്ചി, ലൈറ്റ് ഓഫ് ചെയ്യാണ്ട് പോയി ഞാൻ കുറച്ച് നേരം. അത് കാരണം പൂച്ചി ഇനി അത് ഏതായാലും പറയാൻ പുറപ്പെടും ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഇത് ഓഫ് ചെയ്ത് പോകാൻ. അപ്പോൾ ദേഹത്തിൽ അഭിനിവേശം ഉണ്ടായാൽ ഈശ്വരനെ പ്രാപിക്കാൻ പറ്റില്ല. 47ാമത്തെ ശ്ലോകം. ഇതിൽ 50 ശ്ലോകമേ ഉള്ളൂ. 47, 48, 49, 50. അതോടുകൂടി ഈ അധ്യായം കഴിയും. അപ്പോൾ പിന്നെ 6ാം അധ്യായം, തൃതീയ സ്കന്ധത്തിൽ 6ാം അധ്യായം നാളെ നമുക്ക് തുടങ്ങാം. ഇന്ന് ഏതായാലും ഇത് കഴിക്കും നമുക്ക്. 47. തത്തേ വയം ലോകസൃഷ്ടയാദ്യാം ത്വയാനുസൃഷ്ടാസ്ത്രിഭിരാത്മഭിസ്മ സർവേ വിയുക്താ സ്വവിഹാരതന്ത്രം ന ശക്നുമസതൽ പ്രതിഹർത്തവേതേ. തത്ത് തേ വയം ലോകസൃഷ്ടയാദ്യാ ത്വയാനുസൃഷ്ടാസ്ത്രിഭിരാത്മഭിസ്മാ സർവേ വിയുക്താ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തൽ പ്രതിഹർത്തവേതേ. അതുകൊണ്ട് നിന്തിരുവടിയുടെ സംബന്ധികളായ ഞങ്ങൾ ലോകസൃഷ്ടിയിലുള്ള ഇച്ഛ കൊണ്ട് 3 ഗുണങ്ങൾ കൊണ്ടും ആത്മാവിൻ്റെ അംശങ്ങൾ കൊണ്ടും നിന്തിരുവടിയാൽ ക്രമത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന പ്രസിദ്ധം. എല്ലാവരും വേർപിരിഞ്ഞവരാകുന്നു. അതിനാൽ നിന്തിരുവടിയുടെ ക്രീഡാസ്ഥാനത്തെ നിന്തിരുവടിക്ക് സമർപ്പിപ്പാനായിക്കൊണ്ട് ഇപ്പോൾ ശക്തന്മാരാകുന്നില്ല. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളും. ഭക്തി കൊണ്ടല്ലാതെ പുരുഷാർത്ഥ പ്രാപ്തിയില്ലെന്ന് വന്നിരിക്കയാൽ, കാശും പണം ഉണ്ടായിട്ട് കാര്യമില്ല, വിദ്വാനാണ് എന്നുള്ള അഹങ്കാരം കൊണ്ടും കാര്യമില്ല. ഭക്തി വേണം, ആർദ്രത വരണം. കൃഷ്ണ ഗുരുവായൂരപ്പ നീയേ ശരണം ഭഗവാനേ. അപ്പോൾ ഞങ്ങൾ നിന്തിരുവടിയെ തന്നെ ആശ്രയിക്കുന്നവരാകുന്നു. ലോകങ്ങളെ സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ സത്വാദി 3 ഗുണങ്ങളുടെയും നിന്തിരുവടിയുടെയും അംശങ്ങളെ കൊണ്ട് ഞങ്ങളെ നിന്തിരുവടി സൃഷ്ടിച്ചത്. ഗുണങ്ങളുടെ നാനാത്വം നിമിത്തം ഞങ്ങൾ ഒന്നായി ചേരാതെ വെവ്വേറെ തന്നെ ഇരിക്കുന്നതിനാൽ, ഇതൊരു പോയിൻ്റാണ്. ഗുണങ്ങളുടെ നാനാത്വം നിമിത്തം ഞങ്ങൾ ഒന്നായി ചേരാതെ വെവ്വേറെ തന്നെ ഇരിക്കുന്നതിനാൽ നിന്തിരുവടിക്ക് കളിപ്പാനുള്ള സ്ഥാനമായ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് അങ്ങയ്ക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ ജന്മത്തെ സഫലമാക്കുവാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാമർഥ്യമില്ലാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്തിരുവടി ഞങ്ങൾക്ക് അങ്ങയുടെ ജ്ഞാനകലയാകുന്ന കണ്ണിനെ നൽകി, ജ്ഞാനക്കണ്ണ് നൽകി ഞങ്ങളുടെ ജന്മം സഫലമാക്കുവാൻ അനുഗ്രഹിക്കണം. അദ്യ എന്നതിന് ശ്രീധരീയം ഭാവാർത്ഥത്തിൽ ആദ്യ എന്ന് സംബോധന, ഇപ്പോൾ എന്നാണ് പറയുന്നത്. ഇനി 48. യാവൽ ബലിം തേ അജ
ഹരാമകാലേ യഥാ വയം ച അന്നമദാമയത്ര യഥോഭയേഷാം തയിമേഹി ലോകാ ബലിം ഹരന്തോ അന്നമദന്ത്യനൂഹാഃ. യാവൽ ബലിം തേ അജഹരാമകാലേ യഥാ വയം ച അന്നമദാമയത്ര യഥോഭയേഷാം തയിമേഹി ലോകാ ബലിം ഹരന്തോ അന്നമദന്ത്യനൂഹാം. ഹേ ജന്മരഹിത, ജന്മമില്ലാത്തവനെന്നർത്ഥം, ഏതു വിധമായാൽ ഞങ്ങൾ അങ്ങയ്ക്ക് സമയത്തിൽ പൂജോപകരണത്തെ, ബലി എന്ന് പറഞ്ഞാൽ പൂജ എന്നുള്ളൂ, അല്ലാണ്ട് കഴുത്ത് വെട്ടുക അതല്ല, ഒക്കെ തെറ്റിദ്ധാരണയാണ്. പൂജോപകരണത്തെ സമർപ്പിക്കുമോ യാതൊന്നിൽ ഇരിക്കുന്നവരായിട്ട് ഞങ്ങളും അന്നത്തെ ഭക്ഷിക്കുമോ? ഏതുവിധമായാൽ ഈ ലോകങ്ങൾ രണ്ടുപേർക്കും പൂജാദ്രവ്യത്തെ സമർപ്പിക്കുന്നവരായി തടസ്സമില്ലാത്തവരായിട്ട് അന്നത്തെ ഭക്ഷിക്കുമോ? അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഏതുവിധമായ ജ്ഞാനവും സാമർഥ്യവും സിദ്ധിക്കണമെന്നുള്ള ആകാംക്ഷയെ ആലോചിച്ചിട്ട് ജ്ഞാനസ്വരൂപത്തെ അറിയുന്നു. ജ്ഞാനസ്വരൂപം ആണ് എളുപ്പം. ഹേ പരമേശ്വര, നിന്തിരുവടിയെ ആരാധിക്കേണ്ടതായ അവസരത്തിൽ പൂജാദ്രവ്യത്തെ ഞങ്ങൾ അങ്ങയ്ക്കായി കൊണ്ട് സമർപ്പിക്കണം. ഞങ്ങളും ജീവിച്ചിരിക്കുവാൻ ഉപകരിക്കുന്ന അന്നം ഭക്ഷിക്കണം. ഞങ്ങളുടെ ചേർച്ചയാൽ ഉണ്ടാകുന്ന ഈ ലോകങ്ങൾ ഞങ്ങൾക്കും നിന്തിരുവടിക്കും നിർവിഘ്നമായിട്ടും പൂജാദ്രവ്യങ്ങളെ സമർപ്പിക്കണം. ഏതൊരു വിധമായ ജ്ഞാനവും സാമർഥ്യവും ഞങ്ങൾക്കുണ്ടായാൽ ഇതെല്ലാം സാധിക്കുമോ? ആ വിധമുള്ള ജ്ഞാനത്തെയും ക്രിയാസാമർഥ്യത്തെയും നിന്തിരുവടി ഞങ്ങൾക്ക് നൽകണം. അപ്പോൾ ഇവിടെ ക്രിയാസാമർഥ്യം ഭഗവാൻ തരണതാണ്, അല്ലാണ്ട് നമ്മുടെ അല്ല. പൂർവജന്മാന്തര സുഹൃതികൾക്ക് മാത്രമേ സത്ക്രിയ, നല്ല ക്രിയകൾ ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛനമ്മയെ നോക്കുക എന്ന് പറഞ്ഞാൽ സത്ക്രിയ. പരമശായോ 49ാമത്തെ ശ്ലോകം നോക്കുക. ത്വം ന സുരാണാം അസി സ അന്വയാനാം കൂടസ്ഥ ആദ്യ പുരുഷ പുരാണ ത്വം ദേവശക്ത്യാം ഗുണകർമ്മയോനോ രേതസ്ത്വജായാം കവിം ആദധേ അജ. തം ന സുരാണാം അസി സാന്വയാനാം കൂടസ്ഥ ആദ്യ പുരുഷ പുരാണ ത്വം ദേവശക്ത്യാം ഗുണകർമ്മയോനോ രേതസ്ത്വജായാം കവിമാധതേ അജാം. ശ്രദ്ധിക്കുക. ഹേ ക്രീഡാകാരൻ, ക്രീഡിക്കുന്നവനാ, കളിക്കുകയാണ് അദ്ദേഹം. അന്വയങ്ങളോട് കൂടിയ ദേവന്മാരായ ഞങ്ങളുടെ ആദിയിലുള്ളവനും, ഞങ്ങളുടെ ആദിയിലുള്ളവൻ, അനാദികാലം മുതലുള്ളവൻ, എന്നും ഉള്ളവനും. പുരാണ എന്ന് പറഞ്ഞാൽ എന്നുമുള്ളവനാ പുരാണം. എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവനും വികാരമില്ലാത്തവനുമായ നിന്തിരുവടി ഭവിക്കുന്നു. എന്തിനു വേണ്ടി? ജന്മഹീനനായ അങ്ങ് ഗുണകർമ്മങ്ങളുടെയും കർമ്മങ്ങളുടെയും കാരണഭൂതയായിരിക്കുന്ന ശക്തിസ്വരൂപമായ പ്രകൃതിയിൽ വിജ്ഞാനരൂപമായ വീര്യത്തെ ആധാനം ചെയ്തു. വിജ്ഞാനരൂപമായ വീര്യത്തെ ആണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, എല്ലാവർക്കും ജീവിച്ചിരിക്കുവാൻ ഉപകരിക്കുന്ന മാർഗം നിന്തിരുവടി തന്നെ കാട്ടിത്തരണം. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും ജനകൻ നിന്തിരുവടിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുബന്ധികളോട് ചേർന്നിരിക്കുന്ന ദേവന്മാരായ ഞങ്ങൾക്കും മുമ്പേയുള്ളവനും എന്നുമുള്ളവനും ജന്മാദി വികാരങ്ങളില്ലാത്തവനും ഈശ്വരനുമായ നിന്തിരുവടി ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന അങ്ങയുടെ ശക്തിസ്വരൂപമായ മായയിൽ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ വീര്യത്തെ
മഹത്തത്വത്തെ ആദാനം ചെയ്തു. അതിൽ നിന്നല്ലയോ ഞങ്ങളെല്ലാവരും ഉണ്ടായത്. അതിനാൽ സർവത്തിൻ്റെയും ജനകൻ അങ്ങ് തന്നെ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അങ്ങാവട്ടെ ജന്മാദി വികാരങ്ങളില്ലാത്തവനുമാകുന്നു. അപ്പോൾ ഇത് നമ്മൾക്കും ബാധക. നമ്മൾക്ക് വികാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല, എന്നാൽ ജന്മം സഫലാവും. എന്നാൽ വികാരത്തിന് അടിമപ്പെട്ടാലോ ജന്മം സഫലാവില്ല. ഞാനതാ 3 പ്രാവശ്യം പറഞ്ഞത്. ഇനി ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 50. തതോ വയം സത്പ്രമുഖായ ധർത്തേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വം ന സച്ചക്ഷുപരിദേഹി ശക്ത്യാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. ക്രിയ ചെയ്യണമെങ്കിൽ നന്മ നിറഞ്ഞ ക്രിയകൾ ചെയ്യാൻ ഭഗവാന്റെ അനുഗ്രഹം വേണം. തതോ വയം സത്പ്രമുഖായ ധർത്തേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വം ന സ്വചക്ഷുപരിദേഹി ശക്ത്യാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. എന്താ അതിൻ്റെ വാക്കാർത്ഥം നോക്കുക. അതുകൊണ്ട് മഹതാദികളായ ഞങ്ങൾ യാതൊന്നിനായിക്കൊണ്ട് ഉണ്ടായി. ഹേ ആത്മാവായിരിക്കുന്ന ദേവ, അങ്ങയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്? യാതൊരുവൻ്റെ അനുഗ്രഹത്തോടു കൂടിയ ഞങ്ങൾക്ക് പ്രവൃത്തി നിർവഹിപ്പാൻ ജ്ഞാനം ശക്തി കൊണ്ട് അങ്ങ് നൽകിയാലും അങ്ങയുടെ ശക്തി കൊണ്ട് ജ്ഞാനം തന്ന് രക്ഷിക്കണം. അറിവ് തരണേ ഭഗവാനെ, അറിവും ബോധവും തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനേ എന്നിങ്ങനെ നീട്ടി വിളിച്ച് പ്രാർത്ഥിക്കുക. തല കുമ്പിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഹേ ആത്മാവായിരിക്കുന്ന ദേവ, ഞാൻ ആദ്യമായിട്ട് 2007 സംതിങ് ലൈക്ക് ദാറ്റ് ബദലാപൂർ ആശ്രമത്തിലെത്തി. ഞങ്ങൾ പരിചയം 2001 മുതൽക്കുണ്ട്, പക്ഷേ 2007 ആശ്രമത്തിലെത്താൻ പറ്റിയുള്ളൂ. അപ്പോഴാണ് ഞാൻ അവിടെ സീതയും രാമനും ഭരതശത്രുഘ്ന ഹനുമാനും കൂടിയിട്ടുള്ളതാണ് ഈ ബദലാപൂർ കൃഷ്ണാനന്ദ സരസ്വതി തിരുവടികളുടെ ആശ്രമത്തിൽ പ്രിസൈഡിങ് ഡേറ്റ്. അതിൽ ഒരു റൈറ്റ് സൈഡ് എൻഡിൽ വേദങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംരംഭം കാണുന്നത്. 2001 എൻ്റെ സപ്താഹം അദ്ദേഹമാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. 2012 ഞാൻ റിട്ടയർ ചെയ്തിട്ട് എൻ്റെ ഷഷ്ടിപൂർത്തി നാട്ടിൽ വെച്ച് ചെയ്തപ്പോൾ അദ്ദേഹം ആൾ ദി വേ ഫ്രം ബദലാപൂർ കാറെടുത്ത് വന്ന് എൻ്റെ 60ാം പിറന്നാളിന് ഒപ്പം ഇരുന്ന് ഊണ് കഴിച്ച് അന്ന് കുരുവമ്പലത്ത് തേവരക്ക് ഞാൻ സമർപ്പിക്കുന്ന സപ്താഹം ഇനോഗ്രേറ്റ് ചെയ്ത് 2-3 ദിവസം ഇവിടെ താമസിച്ചിട്ടാണ് പോയത്. അതേപോലെ ഒരു സാധാരണ ആശ്രമത്തിനേക്കാൾ എത്രയോ ഉപരി ആണ് ആ ആശ്രമത്തിൻ്റെ നിലവാരം. കാരണം എന്താ, ഭാഷാ പണ്ഡിതനായ ഭാഷാ പിതാവായിരിക്കുന്ന മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന തുഞ്ചത്ത് രാമാനുജാചാര്യന് അദ്ദേഹം ഒരാളുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ മാസത്തിലൊരു സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെ. അപ്പോൾ എന്താ ഞാൻ ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ശക്തി, അമ്മ തിരുവടിയുടെ പ്രതിഷ്ഠയുണ്ട്. ആദ്യം അവിടെ ഫോട്ടോ ആയിരുന്നു പ്രതിഷ്ഠിച്ചത്. ആ പ്രതിഷ്ഠ അദ്ദേഹത്തിൻ്റെ മാഗ്നാനിമിറ്റി എന്നോട് പറഞ്ഞു, പട്ടാമ്പി ആ ഫോട്ടോ എടുത്ത് എനിക്ക് തരൂ, ഞാൻ പ്രതിഷ്ഠിക്കാം. അദ്ദേഹം പറയാനായിരുന്നു. അപ്പോൾ ആ ആദിപരാശക്തിയുടെ ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അതേപോലെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് അവിടുത്തെ ഒരു ലോക്കൽ മറാഠി സഹോദരന്മാരെ ഒരു ഹനുമാൻ്റെ അമ്പലം താഴികക്കുട സമർപ്പണം. ഞാനവിടെ ആക്സിഡൻ്റലായിട്ട് പോയി ചേർന്നു.
അപ്പോൾ എന്നോട് പറഞ്ഞു, പട്ടാമ്പി നമുക്കൊരു വഴിക്ക് പോകാണ്ട്. ഓ ശരി പോവാം. അവിടെ പോയപ്പോൾ എന്താ, ചെറിയൊരു നല്ലൊരു അമ്പലം, കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്. താഴെക്കുടം സ്ഥാപിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു ചരട് കെട്ടി എൻ്റെ കാലിൽ കെട്ടി തന്നു. കയറിക്കോളാൻ പറഞ്ഞു. എൻ്റെ പ്രതിനിധിയായിട്ട് താൻ പ്രതിഷ്ഠിച്ചാൽ മതി എന്നാ. അതൊക്കെ എനിക്ക് ജീവിതത്തിൽ വീണ് കിട്ടിയിട്ടുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഈ ജ്ഞാനത്തിന് ഭഗവാൻ തരണമെന്നാണ് പറഞ്ഞത്. അത് പറയാനാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. അപ്പം ജ്ഞാനം ശക്തി കൊണ്ട് നൽകിയാലും, ശക്തി കൊണ്ട്, അപ്പം ശക്തിയെ പ്രതിഷ്ഠിച്ചു, അതിന് ഞാൻ കാരണക്കാരൻ. പരമേശ്വരണ്ട, ഇതൊക്കെയാണ് സത്യം, ജീവിതം. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് നിർത്താം. ഹേ ആത്മാവായിരിക്കുന്ന ദേവ, മഹതാദി തത്വങ്ങളായ ഞങ്ങൾ എന്തൊരു കാര്യം നിർവഹിപ്പാൻ ജനിച്ചുവോ, അങ്ങയുടെ ക്രീഡാസ്ഥാനമായിരിക്കുന്ന ആ ബ്രഹ്മാണ്ഡ നിർമ്മാണത്തിന് ഞങ്ങൾ ശക്തന്മായിരിക്കുന്നില്ല. അങ്ങയുടെ അനുഗ്രഹം നിമിത്തം ആ പ്രവൃത്തി നടത്തുവാൻ ഞങ്ങൾ പ്രാപ്തന്മാരായി വരണം. അതിനു വേണ്ടുന്ന ജ്ഞാനം സ്വശക്തിയാൽ നിന്തൊരുപടി ഞങ്ങൾക്ക് തരണം. ഇതാണ് പ്രാർത്ഥന. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണേ മഹദാദിസർഗനിരൂപണം നാമ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും സദാസമയത്തും ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.